കനത്ത നാശനഷ്ടങ്ങളുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 9 സൈനികർ ഉൾപ്പെടെ 130 പേരെയാണ് ധരാലി ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. 5 പേർ മരിച്ചെന്ന് സ്ഥിരീകരണം. സംസ്ഥാന മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്തമേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും നാശം വിതച്ച ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. SDRF, NDRF, കരസേന, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഡോക്ടേഴ്സിന്റെ പ്രത്യേക സംഘം പ്രശ്നബാധിത മേഖലകളിൽ എത്തി. വ്യോമമാർഗം ധരാലിയിലെത്തിയ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലെ അവസ്ഥ मुख्यमंत्री प्रधानमंत्री नरेंद्र मोदी धरिपिച്ചു. सभी एजेंसियां हमारी वहाँ पर काम कर रही है, सेना के लोग भी काम कर रहे हैं. रास्ते में चूँकि काफ़ी ज़्यादा मौसम खराब होने के कारण से अनेक स्थानों पर मार्गों का जो संपर्क है वो कट गया है. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സേന ധരാലിയിലെത്തും. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങളും ഊർജിതമാക്കി. ഡെറാഡൂണിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ തുറന്നു. ഹരിദ്വാർ ഉൾപ്പെടെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. അതേസമയം ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടന്ന 413 തീർത്ഥാടകരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനത്തെ അതിഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ദേശീയപാത പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കുണ്ടിസോറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.